പശ്ചിമേഷ്യൻ യുദ്ധം, ട്രംപ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ചില കാര്യങ്ങളൊക്കെ, ചില ചിത്രങ്ങൾ, AI ചിത്രങ്ങൾ ഉൾപ്പെടെ ചിലതൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, ചിലത് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റുകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലൊരു വല്ലാത്ത ആശങ്കയാണ് ലോകത്തിനുണ്ടാകുന്നത്. എന്താണ്? ഒറ്റ വാക്കി പറഞ്ഞ ശുദ്ധ ഗുണ്ടായിസം. ട്രംപ് കാണിച്ചു വെച്ചേക്കുന്ന ശുദ്ധ ഗുണ്ടായിസമാണ്. നമുക്ക് ട്രംപിനെ കുറിച്ച് നേരത്തെയും ചില ധാരണകളുണ്ട്. അദ്ദേഹം നമ്മുടെ പോപ്പിൻ്റെ പടം വരെ റീഡിസൈൻ AI ഉപയോഗിച്ച് റീഡിസൈൻ ചെയ്ത് അദ്ദേഹത്തെ പോപ്പാക്കി ചിത്രീകരിച്ച് സ്വന്തം സോഷ്യൽ മീഡിയ ഹാൻഡിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വിരുദ്ധനാണ്. അപ്പോൾ ഇപ്പോഴും അതേ ലാഘവ ബുദ്ധിയോടെ, ഇപ്പം ഒരു ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന യുദ്ധം സംബന്ധിച്ച് അതേ ലാഘവ ബുദ്ധിയിലൂടെ നിരന്തരമായി AI ജനറേറ്റഡ് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ട്രൂത്ത് പ്ലാറ്റ്ഫോം എന്ന് പറയും. മണിക്കൂറുകളുടെ ഇടവേളയിൽ ഏതാണ്ട് 20ഓളം ചിത്രങ്ങൾ ഇങ്ങനെ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു ഭീഷണി സ്വരത്തിലാണ്. പക്ക ഗുണ്ടായിസം എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്, ഒരു ഭീഷണി സ്വരത്തിലാണ്. അതിൽ ഏറ്റവും സെൻസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടത് ഈ ഗൾഫ് മേഖല, ഇറാൻ ഉൾപ്പെടുന്ന ആ ഒരു മിഡിൽ ഈസ്റ്റ് ആ ഒരു മേഖലയുണ്ടല്ലോ, അത് മുഴുവൻ അമേരിക്കൻ പതാകയുടെ കീഴിൽ വരത്തക്ക രീതിയിൽ ഇങ്ങനെ കാണിച്ചിരിക്കുന്നു. അതിനെ ഇറാനെ ചുറ്റും നിന്ന് ആക്രമിക്കുന്ന ഒരു ആരോ ഇങ്ങനെ ആരോ ഇട്ട് വെക്കുമല്ലോ, സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രം പങ്കുവച്ചിരിക്കുന്നു. പിന്നെ മറ്റൊരു ചിത്രത്തിൽ ഈ ഇറാൻ ഈ ഹോർമൂസിൽ മറ്റ് കപ്പലുകൾക്ക് നേരെ ഈ ചെറു ബോട്ടുകൾ ഉപയോഗിച്ച്, ഫാസ്റ്റ് ബോട്ട് എന്നാണ് അവർ പറയുക, അത് ഉപയോഗിച്ച് ആക്രമണമൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ ബൈ ഫാസ്റ്റ് ബോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫാസ്റ്റ് ബോട്ടിനെ വിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നതിൻ്റെ ഒരു AI ജനറേറ്റഡ് സാധനം. പിന്നെ ഇറാൻ്റെ യുദ്ധക്കപ്പലുകൾ അമേരിക്കൻ വ്യോമസേന ബോംബിട്ട് തകർക്കുന്നതിൻ്റെ AI ജനറേറ്റഡ് സാധനം. ഇതെല്ലാം ട്രംപ് തന്നെ നേരിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു കമ്പ്യൂട്ടർ സംവിധാനത്തിൻ്റെ മുമ്പിലിരുന്ന് പാട്ടും പാടി ബോംബിടാനായിട്ട് നിർദ്ദേശം കൊടുക്കുന്ന തരത്തിലുള്ള AI ജനറേറ്റഡ് സാധനം. കൂടാതെ ഇവർ ഈ സ്പേസ് ടെക്നോളജിയിൽ അമേരിക്ക വളരെ മുൻപന്തിയിലാണല്ലോ. ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് ഇറാൻ്റെ ഓരോ കാര്യങ്ങളും അവർ വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു അപകട മുന്നറിയിപ്പ് എന്ന തരത്തിൽ, ഒരു വാർണിംഗ് എന്ന തരത്തിൽ സ്പേസ് സാറ്റലൈറ്റുകളുടെ ചിത്രങ്ങളും ഇറാനെ സദാ ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ചിത്രങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. കൂടാതെ അദ്ദേഹം നടത്തിയിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഭീഷണി ക്ലോക്ക് ഈസ് ടിക്കിംഗ്, അതായത് സമയം ക്ലോക്ക് ടിക് 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 അടിക്കുന്നുള്ള ഇറാൻ്റെ കാര്യത്തിൽ ഇങ്ങനെ സമയം വല്ലാണ്ട് അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഉടനെ ഞങ്ങളുടെ വ്യവസ്ഥകൾ അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങളെ നാമാവശേഷമാക്കി കളയും, വലിയ രീതിയിലുള്ള ആക്രമണം നടത്തും എന്നുള്ള സൂചനയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വലിയ രീതിയിൽ ഇദ്ദേഹം ഇങ്ങനെ പ്രകോപനപരമായിട്ടുള്ള ഇത്തരം കമൻറ്റുകളും പോസ്റ്റുകളും ഇടാൻ കാരണം ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് ചർച്ചകളൊക്കെ നടത്തി. ഇവർ രണ്ടുപേരും കൂടി മച്ചാനുമായിട്ട് നിന്നിട്ടാണല്ലോ ഈ പരിപാടിയെല്ലാം ഒപ്പിക്കുന്നത്. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവായിട്ട് ചർച്ചകൾ നടത്തിയതിന് ശേഷമാണ് ട്രംപ് ഈ കടുത്ത ഭാഷയിൽ ഈ മുന്നറിയിപ്പൊക്കെ കൊടുത്തത് എന്നുള്ളത് കൂടി ഓർക്കണം. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഇത്രയേ ഉള്ളൂ, ഇറാൻ അവിവേകം കാണിക്കുകയാണെങ്കിൽ ആ ഒരു ജനസമൂഹം, ആ ഒരു നാഗരികത മൊത്തത്തിൽ ഇല്ലാണ്ടാകും, മരിച്ചു വീഴുന്ന അവസ്ഥ ഉണ്ടാകും എന്നുള്ളത് കൂടി നമ്മൾ ഒരു ഭീഷണി സ്വരത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇറാൻ ഈ അവരുടെ ഒത്തുതീർപ്പ് വ്യവസ്ഥകളായിട്ട് അല്ലെങ്കിൽ വെടിനിർത്തൽ തുടരുന്നതിന് വേണ്ടിയിട്ട് ഒരു 5 ഇന നിർദ്ദേശങ്ങൾ അമേരിക്കയുടെ മുമ്പിൽ വെച്ചു. അതിൽ പ്രധാനമായിട്ടുള്ളത് ആക്രമണം അടിയന്തരമായി നിർത്തിവെക്കണം, എല്ലാ തരത്തിൽ. അതിപ്പോൾ ഹോർമൂസിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി. കൂടാതെ ലെബനനിൽ അവിടെ ഈ ഹിസ്ബുള്ളയെ ലക്ഷ്യമാക്കി ഇസ്രയേൽ ആക്രമണം നടത്തുന്നു, അതും നിർത്തിവെക്കണം എന്നുള്ളത് പറയുന്നത്. ഹോർമൂസിൽ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള നാവിക ഉപരോധം, കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത രീതിയിൽ അമേരിക്ക ഇടപെടുന്നുണ്ട്, അത് നിർത്തിവെക്കണമെന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഒരു തരത്തിലുള്ള ആക്രമണവും പാടില്ല. കൂടാതെ ഇതുവരെ നടത്തിയ ആക്രമണങ്ങൾ, ഇറാനിൽ ഇസ്രയേലും അമേരിക്കയും പലയിടങ്ങളിൽ ബോംബ് വർഷിച്ചു, മിസൈൽ ആക്രമണമൊക്കെ നടത്തിയിട്ടുണ്ട്. കൂടാതെ ഹോർമൂസ് ഏതാണ്ട് യുദ്ധം തുടങ്ങിയ പകുതിക്ക് തൊട്ട് ഇങ്ങോട്ട് ഹോർമൂസ് നിശ്ചലമാണ്. അപ്പോൾ അതുമൂലവും ഉണ്ടായ ഞങ്ങളുടെ സാമ്പത്തിക നഷ്ടം അമേരിക്ക കോമ്പൻസേറ്റ് ചെയ്യണം, പരിഹാരം ചെയ്തു തരണം എന്നുള്ളതാണ് ഇറാൻ്റെ നിലപാട്. അപ്പോൾ ഇവിടെ അമേരിക്ക ഇതിനെയൊക്കെ പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതൊന്നും അംഗീകരിക്കുന്ന ഒരു ലക്ഷണവും ഒരു അംഗീകരിക്കുന്ന ഒരു നടപടി എടുക്കില്ല എന്നാണ് ട്രംപ് പറയുന്നത്. ഇനി അമേരിക്ക അങ്ങോട്ട് നിർദ്ദേശം വെക്കുകയാണ്, നിങ്ങൾക്ക് ഒരു റിയാക്ടർ പ്രവർത്തിപ്പിക്കാനായിട്ട് അനുമതി കൊടുക്കുക. ഈ ആണവ സമ്പുഷ്ടീകരണമാണല്ലോ രണ്ടുപേരും തമ്മിലുള്ള
പ്രധാന പ്രശ്നം ഇസ്രയേലിന് വേണ്ടി. അതെ. അപ്പോൾ ഇറാന് അവരുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു റിയാക്ടർ ഉപയോഗിക്കാനായിട്ടുള്ള അനുമതി കൊടുക്കുക. പിന്നെ നിങ്ങൾ ഇതുവരെ അവിടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം എത്രത്തോളം ഉണ്ടോ, ഇപ്പൊ പൊതുവിലുള്ള റിപ്പോർട്ടുകൾ പ്രകാരം 60% വരെ സമ്പുഷ്ടീകരിച്ച അത് 90% ആക്കുകയാണെങ്കിൽ അത് ആണവായുധമാക്കി മാറ്റാൻ പറ്റും വളരെ എളുപ്പത്തിൽ. ഏതാണ്ട് 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സ് കൂടി ചെയ്താൽ അതങ്ങനെ ആക്കാൻ പറ്റും. അപ്പോൾ ആ 400 കിലോ വരുന്ന യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറണം എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാൻ പോകും. അത് നേരത്തെ ഇവർ തമ്മിലുള്ള ധാരണ പ്രകാരം ഇറാൻ നിർദ്ദേശിച്ചത് മൂന്നാമതൊരു കക്ഷിക്ക് കൊടുക്കാമെന്നുള്ളതാണ്. അതിപ്പോ പാകിസ്ഥാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിനോ കൊടുക്കാം. ഏതെങ്കിലും തരത്തിൽ നമ്മൾ തമ്മിലുള്ള ധാരണ തെറ്റുന്ന അവസരത്തിൽ ഞങ്ങൾ അത് തിരിച്ചു വാങ്ങും എന്നുള്ളതായിരുന്നു ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം. യുറേനിയത്തിൽ പിടിച്ചല്ലേ ഈ പ്രശ്നം അത്രയും നടക്കുന്നത്. അതായത് നമുക്കറിയാമല്ലോ, ആണവായുധം ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന അല്ലെങ്കിൽ അവർ ആണവായുധമാണ് നിലവിൽ ഈ സമ്പുഷ്ടീകരിക്കപ്പെട്ട ലോകരാഷ്ട്രങ്ങളൊക്കെ ഇത്രയും അലർട്ടായിരിക്കുന്ന സന്ദർഭത്തിൽ ഇത്തരം അണുവായുധമൊക്കെ എങ്ങനെ പരീക്ഷിക്കാനാണ്? അങ്ങനെ കയറി ഒരു രാജ്യത്തിന് ചെയ്യാൻ പറ്റും? അല്ല, ഇത് ആശങ്ക എന്തെന്നാൽ തൊട്ടടുത്ത് അമേരിക്കയുടെ ആശങ്കയല്ല, തൊട്ടടുത്തുള്ളത് ഇസ്രയേലിന്റെ ആശങ്കയാണ്. ഇറാന്റെ കൈവശമുള്ള നിലവിലുള്ള മിസൈൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇസ്രയേലിനെ ആണവായുധം കൊണ്ട് ആക്രമിക്കാൻ പറ്റും. അതിന്റെ ഫലപ്രാപ്തി എത്രത്തോളം ഉണ്ട് എന്നറിയാൻ പറ്റും. പക്ഷെ ആ മേഖല ഒന്നടങ്കം ഭീഷണിയിലാണ്. ഒരു പക്ഷേ അമേരിക്കയുടെ തൊട്ടടുത്ത് ഏതെങ്കിലും സൈനിക താവളത്തിലോട്ട് ഒരു ചെറിയ ചലനം പോലും കണ്ടുപിടിക്കാന്നുള്ള ചാരസംഘടനകൾ ഇസ്രായേലിന്റെ കയ്യിരിക്കല്ലോ, ഒരു ചലനം പോലും. അതെ. അപ്പൊ പിന്നെ എന്തിനിവരിങ്ങനെ ഇത്രയും അല്ല, അങ്ങനെ ആ ചാരസംഘടന ഉപയോഗിച്ച് കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇറാൻ എന്തൊക്കെയോ മാരകമായ ആയുധങ്ങൾ തയ്യാറാക്കുന്നു, ആണവ പദ്ധതികളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. തെളിവുകൾ സഹിതം ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട്. അവർ കുറെ തെളിവുകളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പൊ ഈ ലെബനനിലെ ആക്രമണം, ഹൂത്തികൾക്ക് നേരെയുള്ള ആക്രമണം, ഇതൊക്കെ ചോദ്യചിഹ്നമല്ലേ? അതായത് ഇസ്രയേലിന് ഇറാൻ മാത്രമല്ല, ഇറാൻ സ്പോൺസർ ചെയ്യുന്ന പ്രോക്സി സംഘടനകൾ എന്ന് പറയും, നിഴൽ യുദ്ധം നടത്തുന്ന സംഘടനകൾ. ഇറാന് വേണ്ടിയിട്ട് അവരാണ് ഹമാസ്. ഇറാൻ സ്പോൺസേഡ് ഒരു ഭീകരവാദ പ്രസ്ഥാനമാണ്. ഈ പറയുന്നത് ഹമാസിനെ തീർത്തല്ല. അല്ല, ഹമാസ് തീർന്നെന്ന് പറഞ്ഞാൽ അവരുടെ ചരിത്രം പരിശോധിച്ചാൽ അവരൊന്നടങ്ങിയിരുന്നിട്ട് പിന്നീട് ശക്തി പ്രാപിച്ച് ആക്രമിക്കുന്നുള്ളതാണ് അവരുടെ ചരിത്രം. ഈ കഴിഞ്ഞ യുദ്ധം എല്ലാം ഉണ്ടാക്കി. അതെ, ഇപ്പൊ പലസ്തീൻ സംഘർഷവും ഗസ സംഘർഷവും അതിനെപ്പറ്റി കാര്യമായ വാർത്തകൾ ഇപ്പോൾ വരുന്നില്ല. അവിടെ ആ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെട്ടിട്ടൊന്നുമില്ല. ഹമാസ് ഇപ്പോഴത്തേക്കൊന്ന് അടങ്ങിയിരിക്കുന്നതായിരിക്കാം, കാര്യം അവരുടെ നേതാക്കളടക്കം കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ. ഹിസ്ബുള്ള എന്ന് പറയുന്നതും ഇതേപോലെ ഇറാന്റെ സ്പോൺസേഡ് ഒരു പ്രസ്ഥാനമാണ്. ഹൂത്തികൾ അവരും ഇറാന്റെ സ്പോൺസേഡ് പ്രസ്ഥാനമാണ്. അപ്പൊ ഇവരെല്ലാം ഇറാന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇറാന്റെ സഹായവും പറ്റിക്കൊണ്ട് ലെബനനിലെ ആക്രമണം അതും ഇറാൻ അപലപിക്കുന്നുണ്ട്. ലെബനനിൽ ഹിസ്ബുള്ളയെ തുരത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ ഇപ്പോ ഈ വെടിനിർത്തൽ കരാർ നിൽക്കുമ്പോൾ തന്നെ ഇറാനിൽ ആക്രമണം നടത്തിയില്ലെങ്കിലും ഇറാന്റെ ആശ്രിത വത്സരരായ ലെബനനിൽ അല്ലെങ്കിൽ അവിടെ ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം ഉണ്ടായി. അപ്പൊ ആ ആക്രമണമെല്ലാം പൂർണ്ണമായിട്ട് നിർത്തിവെക്കണമെന്നുള്ളതാണ്. നേരത്തെ ട്രംപ് ഒരു നിർദ്ദേശം വെച്ചതായിട്ട് വാർത്തകൾ വന്നു. ഒരു 20 വർഷത്തേക്ക് ഇറാന്റെ ആണവ പദ്ധതികൾ ഒന്ന് സസ്പെൻഡ് ചെയ്യാം, എന്നാൽ ഇപ്പൊ അത് വേണ്ട, സമ്പൂർണ്ണമായി നിർത്തിവെക്കണം എന്നുള്ളൊരു സ്റ്റാൻഡാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഇനി ഇറാൻ അമേരിക്കയ്ക്ക് ഈ 400 കിലോ യുറേനിയം കൈമാറിയാലേ പറ്റൂ എന്നുള്ളതാണ് അമേരിക്കയുടെ സ്റ്റാൻഡ്. കൂടാതെ അവരൊരു കാരണവശാലും കോമ്പൻസേഷൻ കൊടുക്കില്ല. ഇറാൻ ഉണ്ടായ ഇറാൻ സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്നുള്ളതാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. അത് കൊടുക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ഹോർമൂസിന്റെ കാര്യത്തിൽ ഇറാന് അവർക്ക് സമ്പൂർണ്ണമായ ആധിപത്യം വേണമെന്നൊക്കെ വാദിക്കുന്നുണ്ട്. അത് അംഗീകരിച്ചു കൊടുക്കാനും സാധ്യതയില്ല എന്നാണ് നമ്മൾ പൊതുവിൽ മനസ്സിലാക്കുന്നത്. അപ്പൊ നിലവില് ട്രംപിനെ സംബന്ധിച്ച് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം, അതായത് ചൈന സന്ദർശനം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് 1 നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കൃത്യമായ ഒരു അപായ സൂചനയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഈ ചൈനയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ഒത്തുതീർപ്പിന് സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കാൻ കൂടിയാണ് അദ്ദേഹം ചൈനയിലേക്ക് പോയത്. അപ്പോൾ ചൈന കൈയൊഴിഞ്ഞു. അപ്പോൾ ഇനി അഭിമാന പ്രശ്നമാണ് ട്രംപിനെ സംബന്ധിച്ച്. ഈ യുദ്ധം നീണ്ടുപോകുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ഇറാൻ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറല്ല. അവർ വെടിനിർത്തലുള്ളത് കൊണ്ടാണ്. രാജ്യങ്ങളിലേക്കുള്ള ചില മിസൈലുകളുടെ വീഴ്ച മാത്രമേ ഉള്ളൂ. ചുരുക്കത്തിലേക്ക് നമുക്ക് എത്താം. അതായത് അമേരിക്കയെ സംബന്ധിച്ച് ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് അവരുടെ വരുതിയിലാക്കുക എന്നുള്ളത് അവരുടെ അഭിമാന പ്രശ്നക്കാർ. ഇപ്പം നിലവിൽ പന്ത് ഇറാന്റെ കോർട്ടിലാണ് ഉള്ളത്.
കാര്യം ഹോർമൂസിന്റെ എന്താ പറയുക പ്രശ്നങ്ങളും ദുരിതങ്ങളും ലോകവ്യാപകമായിട്ട് പരക്കുന്നത് കൊണ്ട് എല്ലാ രാജ്യങ്ങളും അമേരിക്കയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾ പോലും നിങ്ങൾ കാണിച്ച അവിവേകമാണ്, എടുത്തു ചാടി ഇങ്ങനെ ചെയ്തതുകൊണ്ട് അതിന്റെ ദുരന്തം ഞങ്ങളും അനുഭവിക്കുന്നു, അതുകൊണ്ട് ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നുള്ള സമ്മർദ്ദം ട്രംപിന്റെ മുകളിലുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം പല എക്സിറ്റ് പ്ലാനുകളും ആലോചിച്ചത്. പക്ഷേ ആ നിർദ്ദേശങ്ങളും വ്യവസ്ഥകളും ഇപ്പോൾ ഇറാൻ തള്ളിക്കളഞ്ഞുകൊണ്ട് അവരെ സംബന്ധിച്ച് ഒന്നും നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ. അവർക്ക് പരമാവധി വരാവുന്ന നഷ്ടം അവർ നേരിട്ട് കഴിഞ്ഞു. ഇനി സമ്മർദ്ദതന്ത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇറാന്റെ നടപടി. ഏതായാലും നമ്മളെ സംബന്ധിച്ച് ഈ സംഘർഷം വരുന്ന നാളുകളിലും തുടരും എന്നുള്ളത് ഏകദേശം ഉറപ്പിക്കാം. കാര്യം രണ്ടുപേരും അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷെ അതിന് അങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ അത് എല്ലാ രാജ്യങ്ങളെയും വല്ലാതെ അല്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അടക്കം മുൻകരുതൽ നടപടികൾ പ്രഖ്യാപിക്കും. പല രാജ്യങ്ങളും നമ്മളെ സംബന്ധിച്ച് നമ്മൾ മാത്രമാണെന്ന് കരുതേണ്ടതില്ല. പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഈ യുദ്ധം ഉടനെയെങ്ങും പരിഹാരമുണ്ടാകില്ല. അത് അമേരിക്കയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. അമേരിക്ക ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു സൈനിക അധിനിവേശം നടത്തിയാൽ നമ്മൾ കരുതുക ഇപ്പോൾ അമേരിക്ക അവിടെ പ്രഖ്യാപിച്ചത് ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാക്കുക, അവിടുത്തെ ജനങ്ങളെ രക്ഷിച്ചെടുക്കുക എന്നൊക്കെയാണെങ്കിലും അമേരിക്കയുടെ ആത്യന്തികമായ ലക്ഷ്യം അവിടുത്തെ എണ്ണപ്പാടങ്ങൾ ഊറ്റുക എന്നുള്ളത് തന്നെയാണ്. അതിനവിടെ സമ്പൂർണ്ണ സൈനിക അധിനിവേശം നടത്തേണ്ടി വരും. അതിന് കാലങ്ങളെടുക്കും. നേരത്തെ ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു, ഇത് 1-2 വർഷമല്ല, ഒരു കുറഞ്ഞതൊരു 10-12 വർഷത്തേക്കെങ്കിലും അമേരിക്കയുടെ സൈനിക നടപടി അവിടെ ഉണ്ടാകുക. അതിൻ്റെ അർത്ഥം ഇത്രയും കാലം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ദുരിതങ്ങൾ പേറേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ പ്രശ്നം ഉടനെയെങ്കിലും പരിഹരിക്കില്ല. ട്രംപിൻ്റെ കടുത്ത നിലപാടുകൾ കാണുമ്പോൾ അദ്ദേഹം വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ അടുത്ത മണിക്കൂറിലാകാം ഇറാന് മേൽ ശക്തമായ ആക്രമണം, മറ്റേ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അതിൻ്റെ 2ാം ഘട്ടം പുനരാരംഭിക്കും എന്നുള്ളതാണ്. 2ാം ഘട്ടം ആരംഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ്.